എങ്ങനെയുണ്ടായി പാടിയിട്ട്? നന്നായിട്ട് പാടി. ചോദിക്കാം. ഓക്കെ, ഹരിച്ചേട്ടാ, മോൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഇന്ന് മോൾ സെലക്ട് ചെയ്തത്. സോ അതിനാദ്യം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ശ്രുതിയാണ് അല്ലേ? അപ്പം മോള് നന്നായിട്ട് പാടിയതൊന്നും മോശമായിരുന്നില്ല. പക്ഷെ ശ്രുതി
ഇങ്ങനെ പിച്ചൗട്ട് തുടക്കം തൊട്ടേ ഒരു ഷാർപ്പാവുന്ന ടെൻഡൻസി ആയിരുന്നു. തുടക്കം തൊട്ടേ ഫസ്റ്റ് രാമ അതൊന്ന് ഇൻട്രോ ഒന്ന് തുടങ്ങുന്നൊന്ന് കേൾപ്പിക്കാം. ഇപ്പോഴും ഷാർപ്പാ. രാമ 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 എല്ലാം പിച്ചിങ് കറക്റ്റ് വീണില്ലേ. കാരണം ഇത് സിമ്പിൾ പാട്ടാണ് നമുക്ക് തോന്നും, പക്ഷെ ശ്രുതിയേർന്ന് പാടാൻ ഇച്ചിരി പ്രയാസമാണ് കേട്ടാ. പല്ലവി മൊത്തത്തിൽ അതായിരുന്നു ഞാൻ എഴുതി വെച്ചിരുന്നത്. ഷാർപ്പ് 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 എവ്രിവെയർ. പിന്നെ വിഷാദകാലേ സഖാത്വമേവ, അത് കഴിഞ്ഞ് ഭയാന്ധകാരെ അതൊന്ന് പാടിക്കേ. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ രണ്ടാമത് ഞാൻ പാടിക്കുമ്പം എല്ലാവരും കെയർഫുൾ ആയിട്ട് പാടുന്നുണ്ട്, പക്ഷെ അല്ലാതെ അപ്പം നിങ്ങൾക്കത് ഈ ടേക്കിന്റെ സമയത്ത് അങ്ങ് പാടിയാ എന്താ? അതെ, ആദ്യം പാടിയതിനാണല്ലോ മാർക്ക്. ഹരി, ടേക്ക് സമയത്ത് നമ്മൾ പറയുന്നില്ലല്ലോ പാടാൻ. കേട്ടോ, ഈ ശ്രദ്ധ നിങ്ങൾ ടേക്കിന്റെ സമയത്ത് ചെയ്താൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കില്ലേ. പിന്നെ ഭവാബ്ധി നൗക അതൊന്ന് പാടിക്കാം മോളെ. ആ രീതിയിലെത്തണം. കമ്പയർ ചെയ്യുമ്പോൾ ചരണം വരുന്നു ബെറ്റർ. മൊത്തത്തിൽ കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. ജിത സംസാരം അതൊക്കെ നല്ല രസമായിട്ട് പാടി. അത് ഞാൻ നന്നായിട്ടുണ്ടെന്ന് ഞാൻ നൈസ്ന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളെ ഇന്നത്തെ പ്രശ്നം ശ്രുതിയാണ്. ഈ പാട്ടിന് ഏറ്റവും വേണ്ടത് ശ്രുതിയായിരുന്നു, മനസ്സിലായോ? അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ഒരു പൂർണ്ണത കിട്ടില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ധ്രുവ മോളെ പെർഫോമൻസ് വാസ് ഗുഡ്, പക്ഷേ പിച്ചിങ് ഇനി കുറച്ചുകൂടി ശ്രുതി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക. ധ്രുവ, ഞാൻ ഫസ്റ്റ് എഴുതി വെച്ചത് പെർഫെക്റ്റ് സോങ് സെലക്ഷൻ എന്നാണ്. കാരണം മോളുടെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പം ഭയങ്കര സുഖമുണ്ട്. ഇന്നത്തെ വില്ലൻ മോൾക്ക് ശ്രുതിയാണ്. ഞാൻ ഹരി പറഞ്ഞ എക്സാക്ട് ഇതൊക്കെയാണ്. ഇതാ ഭവാബ്ധീനാവുക, അത് അടിവരട്ട്, പിന്നെ ഭജേ ഭവന്തം, കുറച്ച് പ്ലാൻസിൻ്റെ ഒരു ക്ലാരിറ്റി ഒക്കെ. പിന്നെ ഹരി പറഞ്ഞ എക്സാക്ട് വാക്ക് ഞാൻ വെരി പീസ്ഫുൾ സോങ്, ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ കേട്ടിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ശ്രുതി ആ പീസ് അങ്ങ് പോകും. മോളുടെ ശബ്ദത്തിന് ആപ്റ്റ് സോങ് ആയിരുന്നു. ശ്രുതിയും കൂടെ ചേർത്തായിരുന്നു മോള് പാടിയിരുന്നതെങ്കിൽ നല്ല മാർക്ക് മേടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എനിക്ക് മോളെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് മോള് ഈ പറയുന്നത് കംപ്ലീറ്റ് എടുക്കുന്നത്. ഈ ആറ്റിറ്റ്യൂഡ് ലൈഫ് ലോങ് വേണം കേട്ടോ. വെരി ഗുഡ്, കീപ് ദിസ് ആറ്റിറ്റ്യൂഡ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ശരത് സർ. മക്കളെ, കുഞ്ഞുമാവേ, നല്ല പാട്ട്, ഇത് രസമാണ് ഇത് കേൾക്കാൻ. മോളെ ആരാ പാടിയേക്കുന്നത്? സുശീലാമ്മ. സുശീലാമ്മയുടെ ഒരു പ്രത്യേകത പറയാമോ? സുശീലാമ്മയുടെ വോയിസും എന്താ ഇപ്പൊ ഒരു പാട്ടാണെങ്കിൽ ആ പാട്ടിൽ കൊടുത്തേക്കുന്ന ഫീലും എല്ലാരും അങ്ങനൊക്കെ തന്നെയല്ലേ. ഇപ്പൊ ദാസേട്ടൻ തോന്നുന്നു ആ ഫീല് കൊടുത്തല്ലേ പാടുന്നത്. ജാനകി അമ്മ ആ ഫീല് കൊടുത്തല്ലേ പാടുന്നത്. ആ പിന്നെ ഞാൻ പറഞ്ഞ ഒരു പ്രത്യേകതയാണ്, ഒരു സ്പെഷ്യാലിറ്റി സുശീലാമ്മയുടെ. സുശീലാമ്മയുടെ ശബ്ദം ഓഫ് കോഴ്സ് അതല്ലാണ്ട് മോളെ ആ അമ്മയുടെ ശ്രുതി ലയം നമ്മൾ വിചാരിക്കും സുശീലാമ്മയെ തേടി തമ്പുരു പോയി ചേരുക എന്ന് ആ ശബ്ദത്തിൽ ആപത്തിൽ പാടും. അപ്പം മക്കളെ, ഇത് എനിക്ക് തോന്നിയ മോള് നന്നായി, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു ശ്രുതി വിട്ടങ്ങ് കളിക്കുക. അതെന്താണ് അങ്ങനെ? ഈ നാഹം ജാനെ അത് മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയാൽ അതിന്റെ ബ്യൂട്ടിയും പോകും, നോട്ട്സ് മാറിപ്പോകത്തില്ലേ? അപ്പൊ അതെന്താ അങ്ങനെ? അതുപോലെ ഈ ഭവാപ്തി അതും എന്തൊരു ഷൗട്ടിങ് ആയിരുന്നു മോളെ. ഓരിക്കൊരു ഒച്ച വെച്ച് മുദ്രാവാക്യം വിളിക്കുന്നതാണ് പാടിക്കളഞ്ഞു. അതുമൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് പാടാമോ? ആ ഇപ്പൊ ഒരു സുഖമുണ്ട്. മറ്റേതും ഭയങ്കര ഒച്ചയും ബഹളമായി പേടിച്ചു ഞാൻ കേട്ടോ. മക്കളെ, അതുപോലെ ദയാസമേത അത് അയ്യടാ അപ്പൊ അറിയാം കുഞ്ഞിന്. ആ പാടിക്കാൻ മോളെ അത്.
ദാന ദയാ സമേത സമേത അന്തരാ ദരേ സമേത സുധാനികേ ആ നികേതൊക്കെ ഷാർപ്പാണ് മോളെ. ദരീര സുധാനികേത ആ ചിന്മകരന്ദ നതമുനിവൃന്ദ. ആ കൊള്ളാം. ഒരു വൃത്തിയുണ്ട് ഇപ്പൊ കേൾക്കാൻ. എന്ത് രസമുണ്ട്. നല്ല സുഖമുണ്ട്. നല്ല സുഖം. നല്ല voice. അതുപോലെ ആപ്റ്റ് സെലക്ഷൻ. ഓ ഉഗ്ര സെലക്ഷൻ. ഷാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. മക്കൾക്ക് വേണ്ടിയാണോ എനിക്ക് നൗഷാദ് സാബ് ഈ പാട്ട് ചെയ്ത് സുശീലാമ്മ കൊണ്ട് പാടിച്ചെന്ന് അറിഞ്ഞൂടാ ഇനി കേട്ടോ. മോള് പാടട്ടെ. ഇപ്പൊ എന്ത് രസമുണ്ട് കുഞ്ഞാ നീ പാടുന്നത്. എന്തൊരു കുഞ്ഞി കേട്ടോ. അത് ഇനി മക്കളെ ഇങ്ങനെ തന്നെ ചിരിച്ചിരിച്ച് നിൽക്കുക കേട്ടോ. പാടുന്നൊക്കെ തെറ്റിപ്പോ മക്കൾ മനുഷ്യരല്ലേ, തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ ഈ ചിരി മാർക്ക് കുറയും. ഒക്കെ എപ്പോഴും ഉണ്ടാവട്ടെ. എന്താണ് മാർക്ക് കുറയുന്നുള്ളൂ. മാർക്ക് കുറയ്ക്കത്തില്ല. ചിരിക്കുന്നതിന് മാർക്ക് കുറയ്ക്കത്തില്ല മക്കളെ കേട്ടോ. മക്കള് നല്ല ചുന്ദരിവാവയാണ്. ഈ സന്തോഷം കുഞ്ഞിന് എപ്പോഴും ഉണ്ടാവട്ടെ. ജീവിതാന്ത്യം വരെ സന്തോഷം ഉണ്ടാവട്ടെ മക്കൾ കേട്ടോ. താങ്ക് യു ശരത് സർ. ധ്രുവമോൾ മാർക്ക് ചോദിക്കാം. ഓക്കെ ശരത് സർ. യെസ് സാർ. മാർക്ക് 7.8. Thank you, sir. താങ്ക് യു ശരത് സർ. ഷാനിക. So I'm giving you 8. Thank you, sir. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ. നന്നായിട്ട് പാടി. പിന്നെ സമയത്തും കുഴപ്പമില്ല, മോള് പാടിയിട്ടുണ്ട്. ഈ പിച്ചിങ്ങിന്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ രസമായിട്ട് നല്ല സോങ് സെലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് ഐ എം ഗിവിംഗ് യു 8.2. Thank you, sir. താങ്ക് യു ഹരിച്ചേട്ടാ. സോ ടോട്ടൽ 24 മാർക്സ്. ഓക്കെ കൺഗ്രാറ്റ്സ്. Thank you. അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം. ഓക്കെ ഓൾ ദി ബെസ്റ്റ്.